വിവാദങ്ങൾ തുടരുന്നതിനിടെ മെക്സവൻ വ്യായാമ കൂട്ടായ്മയുടെ പുതിയ ബാച്ചിന് തുടക്കമായി. എന്തായാലും പി മോഹനൻ മാഷ് അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ചെയ്തു. മെക്സവൻ ഇപ്പോൾ സൂപ്പർ ഹിറ്റായി. കോഴിക്കോട് കോതി ബീച്ചിലാണ് പുതിയ ബാച്ച് ആരംഭിച്ചിരിക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷൻ പ്രതിപക്ഷ ഉപനേതാവ് SK അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു. മെക്സവൻ ജില്ലാ കോർഡിനേറ്റർമാരും കോർപ്പറേഷൻ കൗൺസിലർമാരും പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. വിവരങ്ങളുമായി സാനിയോ മുനോമി ചേരുന്നു. സാനിയോ, വെരി ഗുഡ് മോർണിംഗ്. അങ്ങനെ മെക്സവൻ ഹിറ്റായി, പുതിയ ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. സാനിയോ മുനോമിയും ഈ ബ്രാഞ്ചിൽ അംഗത്വം എടുത്തെന്ന് തോന്നുന്നു. വെരി ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. ഞാൻ സ്വയം തന്നെ വ്യായാമം ചെയ്യുകയാണ് ചെയ്യാറ് വീട്ടിൽ. ഏതായാലും മെക്സവൻ്റെ 40ാമത്തെ ബ്രാഞ്ചാണ് ഇപ്പോൾ. കോഴിക്കോട് ടൗണിൽ തന്നെ 40ാമത്തെയാണ്. മറ്റ് പുറത്തും പലതും ഉണ്ട്. കോഴിക്കോട് നഗരത്തിൽ മാത്രം 40ാമത്തെയാണ് ഈ തുടങ്ങിയിരിക്കുന്നത്. ഇവരിപ്പോൾ വ്യായാമം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും ഇന്നത്തെ 40ാമത്തെ ബ്രാഞ്ചിൻ്റെ ഉദ്ഘാടനം അല്പസമയം മുൻപ് കഴിഞ്ഞു. നമുക്ക് ഇവിടെ ഇതിൻ്റെ കോർഡിനേറ്റർമാരും അത്തരത്തിലുള്ള ആളുകളും ഒക്കെ ഉണ്ട്. നിങ്ങളാണ് കോർഡിനേറ്റർ അബ്ദുൾ റഷീദ് അല്ലേ? 40ാമത്തെ ആണെന്ന് തോന്നുന്നു അല്ലേ? സോൺ 4-ലെ ജെൻസിൻ്റെ 40ാമത്തെ യൂണിറ്റ്. അതേ 40 യൂണിറ്റ് സ്ത്രീകൾക്കുണ്ട്. സ്ത്രീകളും പുരുഷന്മാരും വേറെ സെപ്പറേറ്റ് യൂണിറ്റ്. ഇതിപ്പോൾ പുതിയതായി തുടങ്ങാനുള്ള ഒരു കാരണം എന്താണ്? ആളുകൾ നിരന്തരമായി എൻക്വയറി വരികയാണ്. ഇപ്പോൾ ഈ വിവാദങ്ങൾക്ക് ശേഷം 38ഓളം യൂണിറ്റുകളുടെ പുതിയ യൂണിറ്റുകളുടെ ഉദ്ഘാടനം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക. വിവാദങ്ങൾക്ക് ശേഷം മാത്രം 38 മാത്രം റൂട്ടീനായിട്ടുള്ളുണ്ട്. അതിനുശേഷം വിവാദങ്ങൾക്ക് ശേഷം 38ാമത്തെ യൂണിറ്റ് ആവശ്യപ്പെട്ടിരിക്കുക. ഇതിപ്പം ഇങ്ങനെ ചെയ്യുമ്പം ആളുകൾക്ക് ഭയങ്കരമായ എനർജിയാണ്. ഇപ്പോൾ ഒരുപാട് ആളുകൾക്ക് സ്ഥിരമായിട്ട് വൈറൽ ഫീവർ, അതേപോലെ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകുന്ന പിന്നെ ബ്രീത്തിങ് പ്രോബ്ലം ഉള്ള ആളുകളുണ്ട്. അതേപോലെ ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ട ഷുഗർ, കൊളസ്ട്രോൾ, ഒരുപാട് പ്രയാസങ്ങളുള്ള ആളുകളുണ്ട്. ഈ ആളുകൾക്കൊക്കെ തന്നെ ഭയങ്കരമായ ആശ്വാസമാണ്. ഒരു 21 ദിവസവും ഇത് വന്ന് കൃത്യമായിട്ടും ഒന്ന് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിലെ എല്ലാ നാഡീഞരമ്പുകൾക്കും അത് ഭയങ്കരമായ ഗുണം ചെയ്യാണ്. കാൽപാദം മുതൽ തലവരെയുള്ള 1752ഓളം നാഡീഞരമ്പുകൾക്ക് ഫ്ലെക്സിബിലിറ്റി കിട്ടുകയാണ്. മസിലിന് പവർ കൂടുകയാണ്. അപ്പോൾ എനർജി കൂടുകയാണ്. രാത്രി ഉറക്കമൊഴിഞ്ഞ് നേരം പുലരുവോളം നമുക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് നമ്മുടെ ശരീരത്തിലെ എനർജി ആയിട്ട് കിട്ടുന്നുണ്ട്. അതായത് ഈ 40ാമത്തെ യൂണിറ്റിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് കോർപ്പറേഷൻ ഉപനേതാവായ SK അബൂബക്കറാണ്. UDF പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം നമുക്കിപ്പോൾ ഉണ്ട്. ഇത് എങ്ങനെയാണ് ആളുകൾക്ക് എത്രമാത്രം ഗുണകരമാവുന്നുണ്ടെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഞാൻ മാക്സവൻ്റെ 3 പരിപാടിയിൽ പങ്കെടുത്തു തരാം. ഒന്ന് മാനാഞ്ചിറയിൽ, രണ്ടാമത് 130ഓളം സ്ത്രീകൾ പങ്കെടുക്കുന്ന ബറാമി ഹാളിൽ, 3ാമത്തെ പരിപാടിയിലാണ് പങ്കെടുക്കുന്നത്. ഏറ്റവും ജനങ്ങൾ, സ്ത്രീകളടക്കം അതിരാവിലെ തന്നെ ഈ എക്സസൈസ് ചെയ്യാൻ വരാം. കാരണം പല സ്ത്രീകളും ഞങ്ങളോട് പറഞ്ഞതുണ്ട്, ഞങ്ങളെ ഷുഗർ കുറഞ്ഞ്, കൊളസ്ട്രോൾ കുറഞ്ഞ്, ഞങ്ങളെ വേദനകൾ കുറഞ്ഞ്, ഇപ്പോൾ ഞങ്ങൾ ഗുളിക കഴിക്കുന്നത് ഇപ്പോൾ 12 ഗുളിക കഴിക്കുന്ന 6 ഗുളികയായി മാറ്റി. അങ്ങനെ സ്ത്രീകളൊക്കെ ഈ എക്സസൈസിൽ കൂടി അവരുടെ ശരീരം വീണ്ടെടുക്കുന്ന രംഗത്തിലേക്കാണ് പോകുന്നത്. അതിൻ്റെ പ്രചരണാർത്ഥം തന്നെ എല്ലാവരും വരുന്നു. ഈ എക്സസൈസ് കാണാത്തവരാണ് ഇതിനെതിരെ മറ്റു പ്രചരണങ്ങൾ നടത്തുന്നത്. ഈ എക്സസൈസ് കണ്ട ഒരു വ്യക്തിയും ഇതിനെതിരെയുള്ള ഒരു പ്രചരണവും നടത്തുകയില്ല. 21 എക്സസൈസ് എന്ന് പറഞ്ഞാൽ പല കളരിയിൽ നിന്നും യോഗയിൽ നിന്നും ഒക്കെ തിരഞ്ഞെടുത്ത 21 എക്സസൈസാണ് ഇവിടെ ചെയ്യുന്നത്. വളരെയേറെ ജനങ്ങൾക്ക് മറ്റേ കായിക രംഗങ്ങളിൽ വളരെയേറെ പ്രയോജനപ്പെടുന്ന എക്സസൈസുകളാണ് ഇവിടെ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ മറ്റ് ഒന്നുമില്ല. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, പാർസി ഒക്കെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ കോതിയിൽ നടക്കുന്ന ഈ എക്സസൈസിൽ തന്നെ ഹിന്ദുവായ പ്രശാന്തുണ്ട്, മറ്റു മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികൾ പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ മറ്റു ജാതിയെ മാറ്റി നിർത്തിയില്ല. മുസ്ലിം ബെൽറ്റിലാവുമ്പോൾ കുറേ മുസ്ലിങ്ങൾ അവിടെ പങ്കെടുക്കും, ഹിന്ദു ബെൽറ്റിലാവുമ്പോൾ ഹിന്ദുക്കൾ പങ്കെടുക്കും, ക്രിസ്ത്യൻ ബെൽറ്റിലാവുമ്പോൾ ക്രിസ്ത്യൻ പങ്കെടുക്കും. അല്ലാതെ ഇത് വിഘടനവാദമോ ത്രിവിധവാദമോ അങ്ങനെ യാതൊന്നും തന്നെ ഇതിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. ഏതായാലും അരുൺ, ഇവിടെ ആവേശത്തോടെ ആളുകൾ ഇപ്പോൾ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 50ലധികം ആളുകളാണ് ഈ പുതിയ ബാച്ചിൽ, അതായത് 40ാമത്തെ ബാച്ചിലുള്ളത്. ഇത് പുരുഷന്മാരുടെ മാത്രം ബാച്ചാണ്. സ്ത്രീകളുടെ ബാച്ചും ഇത്തരത്തിൽ 40 എണ്ണം ഉണ്ട് എന്നാണ് ഇവർ പറയുന്നത്. ഏതായാലും ഈ പല ആയോധന കലകളിൽ നിന്നും അല്ലെങ്കിൽ പല വ്യായാമ മുറകളിൽ നിന്നും ശീലിച്ചെടുത്ത ചില 21ഓളം വരുന്ന വ്യായാമ മുറകളാണ് ഇവിടെ ചെയ്യുക എന്നാണ് പറയുന്നത്. അത് യോഗയുണ്ട്, അതുപോലുള്ള മറ്റ് വ്യായാമ മുറകളൊക്കെ ഉണ്ട്. അതിൽ നിന്ന് 21 എണ്ണം എടുത്ത് അത് ചെയ്യുന്നു എന്നാണ് ഇവിടുത്തെ
ശരി സനിയോ, എന്തായാലും അത് രാവിലെ കാണാൻ ഒരു എനർജി ഉണ്ട് അല്ലേ? വ്യായാമം ചെയ്യുന്നത് കാണാൻ തന്നെ ഒരു എനർജിയാണ്. 21 മിനിറ്റ് കൊണ്ട് വിവിധ വ്യായാമ മുറകൾ ചെയ്തു തീർക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇതിൽ ചിലരൊക്കെ പറയുന്നത് കേട്ടു, ഞങ്ങളിപ്പോൾ ഈ വ്യായാമം ചെയ്തതിന് ശേഷം മരുന്നൊന്നും കഴിക്കുന്നില്ല. അങ്ങനെ കഴിക്കാതിരിക്കരുത്. ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം മാത്രമേ നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ, അത് ഷുഗറിൻ്റെ ആണെങ്കിലും അത് പ്രഷറിൻ്റെ ആണെങ്കിലും നിങ്ങൾ കുറയ്ക്കാൻ പാടുള്ളൂ. പക്ഷേ നടക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ശരീരം ഒന്ന് വിയർക്കും, നിങ്ങളുടെ ശരീരത്തിലെ മസിലുകളും പേശികളും ഒക്കെ ഒന്ന് സ്ട്രെച്ചാവും. അത് തീർച്ചയായിട്ടും വേണം. നമ്മുടെ ശരീരം ഒരു ഒന്നും ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ അലസമായിട്ടുള്ള ശരീരമാണെങ്കിൽ ആവശ്യമില്ലാത്ത ഫാറ്റൊക്കെ ഒടിഞ്ഞുകൂടി നമ്മൾ സമ്പന്നരായിത്തീരും. എവിടെ? വയറിന് ചുറ്റും മാത്രം സമ്പന്നരായിത്തീരുന്ന മനുഷ്യരായിട്ട് മാറും. അപ്പോൾ അങ്ങനെയായി മാറാൻ പാടില്ല. അബ്ഡോമിനൽ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ് അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള വയറിന് മുന്നിൽ വലിയ ടയറൊക്കെ വരും. MRF കയറി കണ്ടാൽ ചിലപ്പോൾ നമ്മളെ കൂട്ടത്തോടെ എടുത്തുകൊണ്ട് പോകും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരായിട്ട് മാറാതിരിക്കുക. അപ്പം നടന്ന് ആരോഗ്യമൊക്കെ മെച്ചപ്പെടുത്തുക. വയറ് കുറയ്ക്കാൻ വേണ്ടി മാത്രമല്ല, ആരോഗ്യവും കുറച്ച് എനർജിയും ഉന്മേഷവും പോസിറ്റിവിറ്റിയും ഒക്കെ നിറയ്ക്കാൻ വ്യായാമം നല്ലതാണ്.